മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधेः चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके. ദേവീമാഹാത്മ്യം. സുംഭനും ദേവിയും തമ്മിലുള്ളതായിട്ടുള്ള ആ യുദ്ധം, രണ്ടുപേരും അന്യോന്യം മറ്റ് ആരും ഇല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ആ യുദ്ധം തുടരുകയാണ്. ദേവി സുംഭൻ്റെ ആയുധങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഛേദിച്ചു. ഒടുവിൽ സുംഭൻ മുദ്ഗരവുമായിട്ട് ദേവിയുടെ സമീപത്തേക്ക് പാഞ്ഞു വന്നു എന്ന് പറഞ്ഞു. ചിച്ഛേദാപതതസ്തസ്യ മുഗ്ഗരം നിശിതൈശ്വരൈഃ തഥാപി സോഭ്യഥാവക്തം മുഷ്ടിമുദ്യമ്യ വേഗവൻ. ചിച്ഛേദ ഛേദിച്ചു, ആപതതഃ തസ്യ മുദ്ഗരം, ആപതതഃ നേരിട്ട് വരുന്നതായ, തസ്യ അവൻ്റെ, മുദ്ഗരം മുദ്ഗരത്തെ, നിശിതൈഃ ശരൈഃ മൂർച്ചയുള്ളതായ ശരങ്ങളെ കൊണ്ട് ദേവി ഛേദിച്ചു എന്ന്. ചിച്ഛേദ ഛേദിച്ചു. തഥാപി എന്നിട്ടും, ആ മുദ്ഗരവും ഛേദിച്ചു കഴിഞ്ഞിട്ടും, തഥാപി സാ അഭ്യധാവത്താം, സഹ അഭ്യധാവത്താം, സഹ ആ ദൈത്യൻ സുംഭൻ, അഭ്യധാവത് താം, താം അഭ്യധാവത് ആ ദേവിയെ, അഭ്യധാവത് നേരിട്ട് പാഞ്ഞു. അതായത് കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ആ മുദ്ഗരം ദേവി ഛിന്നമാക്കിയെങ്കിലും അസുരൻ നിർത്തിയില്ല. ദേവിയുടെ സമീപത്തേക്ക് ഓടി ചെല്ലുകയാണല്ലോ ചെയ്യണത്. അപ്പോൾ ആ പാഞ്ഞു ചെല്ലുന്നതായിട്ടുള്ള അസുരൻ്റെ കയ്യിലുള്ളതായ മുദ്ഗരം ഛേദിച്ചു എങ്കിലും അസുരൻ ദേവിയുടെ സമീപത്തേക്ക് പാഞ്ഞെത്തി എന്നാണ്. തഥാപി അപ്രകാരമെങ്കിലും, ആ മുദ്ഗരത്തെ ഛേദിച്ചു എങ്കിലും, സഹ ആ അസുരൻ, താം അഭ്യധാവത് ആ ദേവിയുടെ പിന്നാലെ ചെന്നു, ദേവിയുടെ നേരിട്ട് ചെന്നു. അഭ്യധാവത്, അഭി എന്ന് പറഞ്ഞാൽ നേരിട്ട് എന്നുള്ള അർത്ഥമാണ്. അഭ്യധാവത് താം, താം അഭ്യധാവത് ആ ദേവിയുടെ നേരിട്ട് ചെന്നു. മുഷ്ടിമുദ്യമ്യ വേഗവാൻ, എങ്ങനെയാണ് വേഗവാൻ? വളരെ വേഗത്തിൽ തന്നെയാണ്, വളരെ വേഗത്തിൽ. മുഷ്ടിം ഉദ്യമ്യ, മുഷ്ടി ചുരുട്ടി പൊക്കി പിടിച്ചുകൊണ്ട്, ഉദ്യമ്യ പൊക്കി പിടിച്ചുകൊണ്ട്, മുഷ്ടിമുദ്യമ്യ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേവിയുടെ സമീപത്തേക്ക് ചെന്നു എന്നാണ്. സമുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുംഗവ ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയൽ. സ മുഷ്ടിം പാതയാമാസ ദേവിയുടെ സമീപത്ത് ചെന്നിട്ട്, മുഷ്ടിം പാതയാമാസ ദേവ്യാഹ ഹൃദയേ. ദൈത്യപുംഗവ സഹ ദൈത്യശ്രേഷ്ഠനായിട്ടുള്ള അവൻ, ദൈത്യന്മാരുടെ രാജാവായിട്ടുള്ള ആ സുംഭൻ, മുഷ്ടിം പാതയാമാസ തൻ്റെ പിടിച്ചതായിട്ടുള്ള മുഷ്ടിയെ, പാതയാമാസ വീഴ്ത്തി. എവിടെ? ദേവ്യാഹ ഹൃദയേ ദേവിയുടെ മാറത്ത്. ആ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ആ മുഷ്ടി ദേവിയുടെ ദൃഷ്ടി കൊണ്ട് ദേവിയുടെ മാറത്ത് പ്രഹരിച്ചു എന്നാണ്. ദേവ്യാഹ ഹൃദയേ പാതയാമാസ ദേവിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു. പാതയാമാസ പതിപ്പിച്ചു, വീഴ്ത്തി. മുഷ്ടി ദേവിയുടെ ഹൃദയത്തിൽ മാറത്ത് വീഴ്ത്തി എന്നാണ്. ഇനി തം ചാപി സാ ദേവി തലേന അസുരം തലേന ഉരസി അതാടയത്. തലേന ഉരസി അതാടയത് സാ ദേവി ആ ദേവിയാകട്ടെ, തം ചാപി അവനെയും അസുരനെയും, ദേവിയെ അസുരൻ മുഷ്ടി കൊണ്ട് പ്രഹരിച്ചു. ആ ദേവിയും അസുരനെ, സാച ദേവി ആ ദേവിയും, തം ച അഭി അവനെയും ആ അസുരനെയും, തലേന ഉരസി അതാടയസ് തലേന കൈത്തലം കൊണ്ട്, ഹസ്തതലം കൊണ്ട്, തലേന തലം ച ഇതിൻ്റെ തലം എന്നുള്ളത് കൈത്തലം, കൈത്തലം കൊണ്ട് ഉരസി അതാടയത് ഉരസി അവൻ്റെ ഉരസിൽ മാറത്ത് അതാടയത് അടിച്ചു. ദേവി തൻ്റെ കൈകൊണ്ട്, കൈത്തലം കൊണ്ട് അസുരൻ്റെ മാറത്തും പ്രഹരിച്ചു എന്നാണ്. തലപ്രഹാരാഭിഗതോ മൂർച്ഛിതോ നിപപാതഃ
തലപ്രഹാര അഭിഗത, ആ കൈകൊണ്ടുള്ളതായ കൈത്തലം കൊണ്ടുള്ളതായ പ്രഹാരം കൊണ്ട് അടികൊണ്ട് മൂർച്ഛിതനായിട്ട് മൂർച്ഛിച്ച് ബോധമില്ലാതെ നിപപാത, അവൻ നിപതിച്ചു. ദേവിയുടെ ആ കൈത്തലം കൊണ്ടുള്ളതായ പ്രഹാരമേറ്റ് മൂർച്ഛിതനായി, മൂർച്ഛ വന്ന് ബോധമില്ലാതെ കണ്ട് ആ അസുരൻ നിപപാത നിപതിച്ചു. സ ദൈത്യരാജ സഹസാ പുനരേവ തഥോത്ഥിത ഉൽപ്പത്യ ച പ്രഗൃഹ്യോച്ചൈ ദേവീം ഗഗനമാസ്ഥിത. ഇനി സ ദൈത്യരാജ, ആ ദൈത്യരാജൻ മൂർച്ഛിച്ചു വീണു എങ്കിലും സ ദൈത്യരാജ സഹസാ പെട്ടെന്ന് തന്നെ പുനരേവ ഉത്ഥിത, തഥാ ഉത്ഥിത, തഥാ വീണ്ടും തഥാ അപ്രകാരം തന്നെ പുനരേവ ഉത്ഥിത വീണ്ടും എഴുന്നേറ്റ്, ദേവിയുടെ പ്രഹാരം കൊണ്ട് മൂർച്ഛിച്ചു വീണു എങ്കിലും വീണ്ടും എഴുന്നേറ്റ് പുനരേവ ഉത്ഥിത വീണ്ടും എഴുന്നേറ്റ് ഉൽപ്പത്യച മുകളിലേക്ക് ചാടി പ്രഗൃഹ്യ ഉച്ചൈഹി ദേവീം ഗഗനമാസ്ഥിത. ഉച്ചൈഹി ഗഗനം ആസ്ഥിത, ആകാശത്തിൽ വളരെ ഉയരത്തിലേക്ക് ഉയർന്നു എന്നാണ്. എങ്ങനെ? ദേവിയും പ്രഗൃഹ്യ, ദേവിയെയും കൊണ്ട്, ദേവിയെ എടുത്തുകൊണ്ടാണ് ആകാശത്തിലേക്ക് പോയത് എന്നാണ്. ആ ദേഹത്ത് മൂർച്ഛിച്ചു വീണതായിട്ടുള്ള അസുരൻ പെട്ടെന്ന് മുകളിലേക്ക് ചാടി എന്നാണ്. എങ്ങനെയാണ്? ദേവിയും പ്രഗൃഹ്യ, ദേവിയെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് ആകാശത്തിലേക്ക് ചാടി. ഉൽപ്പത്യച ഉയർന്നിട്ട് മുകളിലേക്ക് ചാടിയിട്ട് പ്രഗൃഹ്യ സ്വീകരിച്ചിട്ട് കയ്യിലെടുത്തിട്ട് ഉച്ചൈഹി ദേവിയും ദേവിയെ ഉച്ചത്തിൽ ഉറക്കെ ഉയരത്തിൽ എടുത്തിട്ട് ഗഗനമാസ്ഥിത ഗഗനത്തിലേക്ക് ആകാശത്തിലേക്ക് ചെന്നു, ആകാശത്തിൽ പോയി നിന്നു എന്നാണ്. തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക നിധനേപ്സു സമായാതോ ദേവീം ദൈത്യജനേശ്വര. തത്രാപി ആ ആകാശത്തിൽ നിന്നുകൊണ്ടും സാ നിരാധാര വേറെ ആധാരമില്ലാതെ കണ്ട്, അതായത് ഭൂമിയിലല്ലോ നിൽക്കണത്, ആധാരമില്ലാതെ കണ്ട് ആകാശത്തിലാണ്. അപ്പോൾ ആകാശത്തിൽ നിന്നുകൊണ്ട് നിരാധാര, ആകാശത്തിൽ നിന്നുകൊണ്ട് ആധാരമില്ലാതെ ആകാശത്തിൽ നിന്നുകൊണ്ട് യുയുധേ തേന ചണ്ഡിക ആ അസുരനോട് യുദ്ധം ചെയ്തു. നിധനേപ്സു സമായാത ദൈത്യൻ ദൈത്യജനേശ്വര, ദൈത്യജനങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ആ അസുരൻ നിധനേപ്സുഹു കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദേവിയെ വധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഇപ്സുഹു ആഗ്രഹിക്കുന്നവനായി, നിധനേപ്സുഹു നിധനത്തിൽ ഇച്ഛുവായിട്ട് വധിക്കുന്നതിൽ താല്പര്യത്തോടുകൂടി, ദേവിയെ വധിക്കാൻ താല്പര്യത്തോടുകൂടി നിധനേപ്സുഹു സമായാത ദേവിയുടെ സമീപത്തെത്തി. ആ ദേവി ആകാശത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ ദേവിയെ വധിക്കുവാൻ താല്പര്യത്തോടുകൂടി അസുരൻ ദേവിയുടെ സമീപത്ത് എത്തി. നിധനേപ്സുഹു സമായാത എത്തി, ദേവീം സമായാത ദേവിയുടെ സമീപത്തെത്തി. ദൈത്യജനേശ്വര ദൈത്യജനങ്ങളുടെ ഈശ്വരനായിട്ടുള്ള അസുരൻ വീണ്ടും ആ ആകാശത്തിൽ ദേവിയെ വധിക്കാനായിട്ട് ചെന്നു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.